എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടായി. ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന സമയത്ത് പേടിയുണ്ടായിരുന്നു? നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ കരഞ്ഞു. അയ്യോ. അർജുൻ സാർ എനിക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തന്നു. പിന്നെ അങ്ങോട്ട് പേടിയൊക്കെ കുറഞ്ഞു. കരാത്തെ മാഷ് എന്റെ വീഡിയോ ഈ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ ഡയറക്ടർ സാറ് കണ്ടു വിളിച്ചതാ. അങ്ങനെയാണ് ഈ സിനിമ കിട്ടിയത്. ഒരു സിനിമ വീണ്ടും ഞാൻ പോയിരുന്നു, വല. ചെറിയ റോള്, എഡിറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ. ബ്ലാസ് സിനിമയിൽ ഒരു ബ്ലാസ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു കുട്ടി താരമാണ് ഇന്ന് ക്ലബ് ഓഫ് മിലന്റെ കൂടെയുള്ളത്. ശിവകാമി, വെൽക്കം. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടായി. ഓക്കെ. എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ട? എങ്ങനെയായിരുന്നു അത്? ഞാൻ അവിടെ നോക്കൌട്ട് കരാത്തെ ക്ലബിൽ ആണ് കരാത്തെ പഠിക്കുന്നത്, നാട്ടില്. അപ്പോൾ അവിടുത്തെ കരാത്തെ മാഷ് എൻ്റെ വീഡിയോ ഈ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ ഡയറക്ടർ സാറ് കണ്ടു വിളിച്ചതാണ്. അങ്ങനെയാണ് ഈ സിനിമ കിട്ടിയത്. അപ്പോൾ ഓൾറെഡി കരാട്ടെ പഠിക്കുന്നുണ്ട്? അതെ. എത്ര വർഷമായിട്ട് കരാട്ടെ പഠിക്കുന്നുണ്ട് മോള്? 4 വർഷമായി. 4 വർഷമായിട്ട് കരാട്ടെ. അപ്പം 4 വർഷം എത്ര ബ്ലാക്ക് ബെൽറ്റ്? ബ്രൗണാ? ബ്രൗൺ തേർഡ്. ഇപ്പൊ കരാട്ടയിൽ തന്നെ പല പല സ്റ്റൈൽസ് ഉണ്ടാവല്ലോ. മോള് ഏതാണ് നോക്കുന്നത്? ഷിട്ടോറിയ സ്പോർട്സ് അല്ലേ? ഓക്കെ. ഈ സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പം ചെന്നൈയിലിരുന്നോ? അതെ. ചെന്നൈയിൽ പോയിട്ട് അവിടുത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ടൊക്കെ? ഫസ്റ്റ് ഡേ നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പേടിയൊക്കെ കുറഞ്ഞു. അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. പിന്നെ ഡയറക്ടർ സാറും ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. അർജുൻ സാർ എനിക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തന്നു. സംസാരിക്കുകയൊക്കെ ചെയ്തു. അഭിരാമി മാഡത്തിനെ കണ്ടു. അർജുൻ സാറിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ സീൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് അങ്ങനത്തെ ഒരു സീനിലേക്കാണല്ലോ വരുന്നത്. അടിച്ചു, എന്നെ ഒരു കുട്ടി അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്ന ഒരു സീനാണല്ലോ ഉള്ളത്. അപ്പം കോമ്പിനേഷൻ സീൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വേഗം ഷോട്ടൊക്കെ ഓക്കെ ആക്കാൻ പറ്റി. ഈ ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് നാട്ടിലൊക്കെ ആൾക്കാർ എന്തൊക്കെയാ പറഞ്ഞേ? ഇത് കൺഗ്രാറ്റുലേഷൻസ്, അഭിനന്ദനങ്ങൾ അറിയിച്ച്. പിന്നെ അവർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു സിനിമയിൽ അഭിനയിച്ചിട്ട്. എത്ര ദിവസം ഉണ്ടായിരുന്നു ഈ ഷൂട്ടൊക്കെ? ആകപ്പാടെ ഒരു 10 ദിവസമൊക്കെ ഉണ്ടാവും. പക്ഷെ മാസം കഴിഞ്ഞ് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പോവും. അങ്ങനെയാണോ പോയിട്ടിരുന്നത്? അതെ അതെ. ഈ കുട്ടി നിലയായിട്ടാണ് അഭിനയിച്ചത് സിനിമയിൽ. സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെന്നേരം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ വേറൊരു ക്ലാസ്സിന്ന് കുറെ കുട്ടികളായിരുന്നു വന്നത്. അപ്പോ അവരുടെ സ്റ്റൈല് വേറെ ഏതോ ആയിരുന്നു, പക്ഷെ എന്റേത് ഷിട്ടോറിയോ ആയിരുന്നു. അത് രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോ കുറച്ച് പാടുണ്ടായിരുന്നു. ഞങ്ങളുടെ കത്ത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതൊക്കെ ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. അപ്പൊ കുറച്ച് പാടുണ്ടായിരുന്നു, പക്ഷെ പിടിച്ചു നിന്നു. അഭിരാമി മാഡം എങ്ങനെ ഉണ്ടായിരുന്നു? അഭിരാമി മാഡത്തിന്റെ കൂടെ എനിക്ക് അങ്ങനെ കോമ്പിനേഷൻ ഒന്നും ഇല്ലായിരുന്നു. എന്നാലും സംസാരിച്ചു, പേരെന്താന്നൊക്കെ ചോദിച്ചു. നാട്ടിൽ വന്നു കഴിഞ്ഞ് സിനിമ റിലീസായി കഴിഞ്ഞ ശേഷം പിള്ളേരും ടീച്ചേഴ്സൊക്കെ എന്തൊക്കെയാ പറഞ്ഞേ? ടീച്ചേഴ്സൊക്കെ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാർ കണ്ടിട്ടില്ല. അപ്പോൾ കണ്ടവരെല്ലാം നല്ലതെന്ന് പറഞ്ഞു. പിന്നെ കാണാത്തവര് ഞാൻ എന്തായാലും കാണും, എന്തായാലും അടിപൊളിയായിരിക്കുമല്ലോ, അങ്ങനെയൊക്കെ. എങ്ങനെയാ ഇപ്പൊ കരാട്ടെ പഠിക്കുന്നതിലേക്ക് എങ്ങനെ എത്തിയത്? ചെറുപ്പം മുതലേ പഠിക്കായിരുന്നോ? ഞാൻ കരാട്ടെ പഠിക്കുന്നതിലോട്ട് എത്തിയത് എൻ്റെ അമ്മേന്റെ ചേച്ചീന്റെ മോൻ അമ്പാടി ചേട്ടൻ. ആ ചേട്ടൻ കരാത്തെ പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിലെ അങ്ങനെയാണ് എനിക്കൊരു ഇഷ്ടം കരാത്തേനോട് വന്നത്. പിന്നെ ഈ യൂട്യൂബിലൊക്കെ കണ്ടും എനിക്ക് ഇഷ്ടമായിരുന്നു ഭയങ്കര. ഈ കരാട്ടെ പഠിക്കുന്ന മാസ്റ്റർ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടു. മാസ്റ്റർ എന്താ പറഞ്ഞു? മാസ്റ്റർ അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. ഈ കരാട്ടെ ഒക്കെ പഠിച്ചതിന് ശേഷം സിനിമയൊക്കെ റിലീസ് ചെയ്തല്ലോ, പുറത്തിറങ്ങി പോകുന്ന സമയത്ത് ആൾക്കാരൊക്കെ പറയാറുണ്ടോ ദേ പോകുന്ന കൊച്ചതാ പോണെന്ന് പറയാറുണ്ടോ? ഒറ്റത്തവണ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. എവിടെ ഇവിടുന്നോ? വടകര. അവിടുന്ന് ഒരു സിനിമ ഞാൻ മാസ്റ്ററുടെ കൂടെ കാണാൻ പോയിരുന്നു. അപ്പൊ അവിടുന്ന് കുറച്ച് തമിഴ് ആൾക്കാരായിരുന്നു അവിടെ ഉള്ള, അവർക്കൊക്കെ എന്നെ മനസ്സിലായി, ഫോട്ടോ ഒക്കെ എടുത്തു. ഓക്കെ. ഈ സിനിമ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞൊരു മൊമെന്റ് എപ്പോഴായിരുന്നു? അതായത് സെലക്ട് ആയി എന്ന് പറഞ്ഞത് എപ്പോഴായിരുന്നു? അത് ഞാൻ ഒരു ദിവസം കരാത്തേക്ക് പോയപ്പോൾ സെൻസൈ ക്ലാസിന്റെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞ കാര്യമാണ്. അങ്ങനെയാണ്. അങ്ങോട്ട് ലുക്ക് ടെസ്റ്റിന് ഒരു ദിവസം പോയോ? പോയി. അപ്പോൾ സെൻസൈ വന്നിരുന്നു. ലുക്ക് ടെസ്റ്റ് ഇതായിട്ടൊന്നും ചെയ്യിപ്പിച്ചെടുത്തുനിന്ന് കുറച്ച് തന്നെയാണ്. അപ്പോൾ ഡയലോഗ് മൊത്തം പറഞ്ഞു, മൊത്തം തമിഴ് പഠിച്ച് അയച്ചു വന്നു അവര്. എന്നിട്ട് ഡയലോഗ് മൊത്തം പഠിച്ചു പറഞ്ഞു. ഓക്കെ. ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന സമയത്ത് അത് ആദ്യമായിട്ടുള്ള ക്യാമറയ്ക്ക് മുന്നിൽ പോകുന്നത്. അപ്പം നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന സമയത്ത് പേടിയുണ്ടായിരുന്നു? നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ കരഞ്ഞു. അയ്യോ, എന്ത് പറ്റി? എനിക്ക് പേടിയായിരുന്നു. പിന്നെ എങ്ങനെ അത് റെഡിയായി? അത് പിന്നെ ഷോട്ടൊക്കെ പോയപ്പോ പിന്നെ റെഡിയായി.
വലിയ കുഴപ്പമില്ല. നമ്മൾ ആ സിനിമയിൽ കുറച്ച് പിള്ളേരൊക്കെ ഇടിച്ചിടുന്ന സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ കൂടെയുള്ള പിള്ളേരൊക്കെ ഫ്രണ്ട്സ് ആയോ? അവിടെയുള്ള ആൾക്കാർ തന്നെയാണോ? അവിടെയുള്ള ആൾക്കാരാ, ഫ്രണ്ട്സ് ഒന്നും അല്ല. കൂട്ടുകൂടിയിട്ടില്ല? 10 ദിവസമായിട്ട് കൂട്ടുകൂടാൻ പറ്റിയില്ല. ഇനി അങ്ങോട്ട് പുതിയ സിനിമ കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ട്? ആരെയും വിളിച്ചിട്ടുണ്ടെന്ന് പുതിയ സിനിമയിൽ അഭിനയിക്കാനെങ്കിലും? ഒരു സിനിമ വീണ്ടും ഞാൻ പോയിരുന്നു, വല എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അത് വരാൻ പോകുന്ന സിനിമയല്ലേ? അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ റോള്, എഡിറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് പോവാതിരിക്കട്ടെ, പോയില്ല. വലയിൽ എങ്ങനെ എത്തിപ്പെട്ടു? വലയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? അച്ഛന്റെ അനിയത്തിന്റെ ഒരു ഫ്രണ്ട് കളരി അങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അയാളെ വിളിച്ച് ഒരു ഡയറക്ടർ അച്ഛനാണ് ചോദിച്ചത്. അപ്പോൾ അയാള് അച്ഛന് നമ്പർ കൊടുത്തു. അങ്ങനെ വിളിച്ച് പിന്നെ കുറെ ദിവസം ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞെന്ന്. പിന്നെ ഒരു ദിവസം വേഗം വിളിച്ചിട്ട് പറഞ്ഞു നാളെ രാത്രി കയറണം. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് വല. ജഗതിയങ്കളായിട്ടുള്ള സീനൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, എന്നാലും ഒപ്പിച്ചു. കുറച്ച് സീനിലായിരുന്നു. കുറച്ച്. ഇനിയുണ്ടോ സീന്? ഷൂട്ട് കഴിഞ്ഞോ? മൊത്തം കഴിഞ്ഞു. സിനിമയ്ക്കകത്ത് തന്നെയാണോ? കളരി തന്നെയാണോ? കളരി അങ്ങനെയൊന്നും സീനില്ല അതില്. ഞാൻ നെഞ്ചൊക്കെ വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് വലുതായിട്ടൊന്നുമില്ല. ഭാവിയിൽ ഇപ്പൊ മോക്ക് എന്താ ആഗ്രഹം? എനിക്ക് സിനിമ ഫോളോ ചെയ്യണമെന്നുണ്ട്. അതില്ലെങ്കിൽ ടീച്ചർ. അപ്പൊ കരാട്ടെ വേണ്ടേ? കരാട്ടെ സൈഡിൽ കൂടെ ശനി ഞായറൊക്കെ ആയിട്ട്. ശനി ഞായർ കരാട്ടെ മാസ്റ്റർ ആവണമെന്നാണ് ആഗ്രഹം? ആണെന്നുണ്ട്. വീട്ടിൽ വേറെ ആരെങ്കിലും കരാട്ടെ ചെയ്യോ? അച്ഛൻ കുറച്ച് പഠിച്ചിരുന്നു, പിന്നെ നിർത്തി ഒരു യെല്ലോ ബെൽറ്റ് വരെ. അമ്മ ഇല്ല, അമ്മ പഠിച്ചു. സിനിമയിലുള്ള പോലെ അല്ല. അല്ല, കരാട്ടെ എല്ലാത്തിനും നമ്മൾ ഡാൻസ് കളിക്കുന്നത് കേട്ടിട്ടുണ്ട്, പിന്നെ സ്പോർട്സിൽ അത്യാവശ്യം ആക്റ്റീവ് ആണെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ഇത് ഭരതനാട്യമാണോ? ഭരതനാട്യം. അതും അവിടെ തന്നെ പഠിക്കുന്നത്? അവിടെ തന്നെ കലാദീപം. ഓക്കെ. അപ്പൊ ഈ കരാട്ടയും സ്പോർട്സും ഈ ഭരതനാട്യം ഒക്കെ എങ്ങനെ കൊണ്ടുപോണേ? ഞാൻ ഇടയ്ക്ക് വെച്ച് അതൊന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു ഈ സിനിമേൻ്റെ ഒക്കെ കാര്യങ്ങളായതുകൊണ്ട്. പിന്നെ ഞാൻ അബാക്കസ്, ചെണ്ട, ഈ ഡാൻസ് അതിനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ. അബാക്കസും ചെണ്ടയും ഉണ്ട്. ഇതിനൊക്കെ സമയം ഇടുന്ന മോളെ? അത് ഒരു സാധനം ഒരേ സമയമാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അവിടെ വെച്ചിട്ട്, മറ്റേത് വേറെ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പോൾ ഒരു മൾട്ടി ടാലന്റ് ആയ ഒരു കുട്ടിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ സിനിമയിൽ ഇങ്ങനത്തെ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടല്ലോ, മൊത്തം നമ്മളിവിടെ പറയുന്നില്ല. റിയൽ ലൈഫിൽ ഇതുപോലെ ഇൻസിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്താ ചെയ്യാ? എനിക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കരാട്ടെ പഠിച്ച ആളല്ലേ, ഇതും ചെയ്യാൻ പറ്റില്ല. പഠിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെക്കാളും ഒരു മൂത്ത ആളോട് എനിക്ക് പിടിച്ചിരിക്കാനൊന്നും. ഇപ്പോഴല്ല, ഭാവിയിൽ. അത് അപ്പോഴത്തെ സ്ഥിതി പോലെ. അയ്യോ. എനിവേ, ക്ലബ് ഓഫ് ഫിലിമിൽ ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. അടിപൊളിയാവട്ടെ ഇനി ഭാവിയിൽ. ഓക്കെ.